വലിയ യുക്തിവാദികളുടെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റാത്ത ഒരു നികൃഷ്ട ജീവിയുടെ ഉമ്മ മരണപ്പെട്ടുപോയി. അയാളെ നൊന്ത് പ്രസവിച്ച ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം എഴുതിയത് ഉമ്മ മരിച്ചു. ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലികൾ എന്ന് വെച്ചാൽ സ്വന്തം ഉമ്മയുടെ മരണത്തെ വരെ പരിഹസിച്ചുകൊണ്ട് എന്റെ ഉമ്മയുടെ വിശ്വാസം തെറ്റാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ മരണത്തിൽ പോലും സന്തോഷിക്കുന്ന ആ ഉമ്മയെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ മരണം പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ട് ആഘോഷിക്കുന്ന രീതിയിലേക്ക് ഒരു മനുഷ്യരൂപം പ്രാപിച്ചിട്ടുള്ള നികൃഷ്ട ജീവി അധപ്പതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നിരീശ്വരവാദം, അതിന്റെ പേരാണ് യുക്തിവാദം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനയുടെ എത്ര മനോഹരമാണ്. ഒരിക്കൽ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ തന്റെ പുറത്ത് ഏറ്റിക്കൊണ്ടുവരികയാണ്. അനുസരണയുള്ള ഒരു ഒട്ടകം ആ ഒട്ടകത്തിന്റെ യജമാനനെ എങ്ങനെയാണോ ഏറ്റിക്കൊണ്ടുവരുന്നതെങ്കിൽ അതേ രൂപത്തിൽ സ്വന്തം ഉമ്മയെ തോളിൽ ഏറ്റിക്കൊണ്ടൊരു മനുഷ്യൻ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യൻ വീട് തൊട്ട് പരിശുദ്ധമായ ഹറം വരെ സ്വന്തം പെറ്റുമ്മയെ തോളിലേറ്റിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഉമ്മയെ വീട്ടിൽ നിന്ന് തോളിലേറ്റിക്കൊണ്ട് ഇത്രയും ദൂരം നടന്നുകൊണ്ടാണ് ഉംറക്കെത്തിയത്, എനിക്കെന്റെ ഉമ്മയോടുള്ള കടപ്പാട് തീർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം ശ്രദ്ധേയമാണ്. എത്രമാത്രം ത്യാഗപൂർണമായിട്ടാണ് ഉമ്മയെ ആ മനുഷ്യൻ ഉംറക്ക് കൊണ്ടുവന്നത്. അവിടെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് വേദന കൊണ്ട് ഞെരുങ്ങിയ ഒരു ഞരക്കത്തിന്റെ ശബ്ദമുണ്ടല്ലോ, അതിന് പോലും പകരം വെക്കാൻ നീ ഇപ്പോൾ ചെയ്ത പ്രവൃത്തിയായിട്ടില്ല എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ ഉപ്പയോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ തല്ലരുത് എന്ന് പറയാത്തത്? അവിടെ പറയാമായിരുന്നല്ലോ, നിങ്ങളുടെ ഉമ്മയെ തല്ലരുത്, നിങ്ങളുടെ ഉപ്പയെ തള്ളരുത്, അവരെ ചീത്ത വിളിക്കരുത്, അവരെ തെരുവിലേക്ക് ഇറക്കരുത് എന്നൊന്നും പറയാതെ അവിടെ പറഞ്ഞ വാചകം എന്താണ്? ഫലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ഛേ എന്നൊരു വാചകം പോലും പറയരുത് എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഉഫിൻ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം? മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഒരു വാചകമാണ് ഛേ, ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ള വാചകമാണ് ഛേ. അത് തന്നെ ഉമ്മയോട് ഉപ്പയോട് പറയാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ നിന്റെ ഉമ്മയുടെ മരണത്തിൽ സന്തോഷിക്കുന്നത്, നിന്റെ ഉമ്മയെ നീ തല്ലുന്നത്, നിന്റെ ഉമ്മയെ നീ ചീത്ത വിളിക്കുന്നത്, നിന്റെ ഉമ്മയെ നീ മർദ്ദിക്കുന്നത് എന്ന് പഠിപ്പിച്ച മാനവികതയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്.